നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, തെരുവിൽ വിയർപ്പൊഴുക്കുന്ന ഒരു തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. എന്നാൽ മാസാവസാനം അയാളുടെ പണം തീർന്നുപോകുന്നു. മറുവശത്ത് ഒരു ദിവസം 2-3 മീറ്റിംഗുകൾ മാത്രം നടത്തുന്ന ഒരു ബിസിനസ്സുകാരൻ. അയാളുടെ കാറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അയാളുടെ സ്വത്തുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ അക്കൗണ്ടിൽ പണത്തിന് ഒരിക്കലും കുറവുണ്ടാകുന്നില്ല. ഇപ്പോൾ ചോദ്യം ഇതാണ്: തൊഴിലാളി കഠിനാധ്വാനം ചെയ്യുന്നില്ലേ? അയാൾ രാവും പകലും ചോര നീരാക്കുന്നില്ലേ? തീർച്ചയായും ചെയ്യുന്നു. എന്നിട്ടും അയാൾ എന്തുകൊണ്ട് ദരിദ്രനായി തുടരുന്നു? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഇവിടുത്തെ കളി കഠിനാധ്വാനത്തിൻ്റെതല്ല, കളി സിസ്റ്റത്തിൻ്റെതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ആ സീക്രട്ട് മൈൻഡ്സെറ്റിനെക്കുറിച്ച് പറയാൻ പോകുന്നു. അത് കോടീശ്വരന്മാരെ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. മറ്റുള്ളവരെപ്പോലെ 9 മുതൽ 5 വരെയുള്ള യന്ത്രസമാനമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാത്തവരെ അത് ഉയർത്തുന്നു. ഇതാണ് ലേസി മില്യണയർ മൈൻഡ്സെറ്റ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കും കഠിനാധ്വാനത്തിന് മാത്രം എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയില്ലെന്നും, സിസ്റ്റം എങ്ങനെയാണ് സമ്പന്നതയുടെ യഥാർത്ഥ വാതിൽ തുറക്കുന്നതെന്നും, ഉറങ്ങുമ്പോൾ പോലും പണം സമ്പാദിക്കാൻ കഴിയുന്ന ആ ഫോർമുല എന്താണെന്നും. അതിനാൽ നിങ്ങൾ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയിലെ ഓരോ വാക്കും ഹൃദയം കൊടുത്ത് കേൾക്കുക. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയേക്കാം. കുട്ടിക്കാലം മുതലേ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്: കഠിനാധ്വാനം ചെയ്യുക, നല്ല മാർക്ക് നേടുക, നല്ല ജോലി കിട്ടും, പിന്നെ ജീവിതം സെറ്റാകും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എത്ര പേരാണ് ഡിഗ്രിയും പിടിച്ച് ജോലി അന്വേഷിച്ച് നടക്കുന്നത്? 12 മുതൽ 14 മണിക്കൂർ ഓഫീസിൽ ജോലി ചെയ്തിട്ടും EMI അടയ്ക്കാൻ വിഷമിക്കുന്ന എത്ര പേരുണ്ട്? വിരമിച്ച ശേഷവും പണത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന എത്ര പേരുണ്ട്? കഠിനാധ്വാനമാണ് എല്ലാമെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഏറ്റവും വലിയ പണക്കാർ. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഏറ്റവും ദരിദ്രരായി തുടരുന്നത്. സിസ്റ്റം ഉണ്ടാക്കുന്നവരാണ് സമ്പന്നരാകുന്നത്. റിയൽ ലൈഫ് ഉദാഹരണം: തൊഴിലാളി ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്യുന്നു. എന്നിട്ടും അയാളുടെ വരുമാനം 400-ൽ നിന്നോ 500 രൂപയിൽ നിന്നോ കൂടുന്നില്ല. അതേസമയം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമ ഒരുപക്ഷെ പ്രൊജക്ടിന്റെ മീറ്റിംഗ് മാത്രമായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഓരോ പ്രൊജക്റ്റിൽ നിന്നും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നു. എന്താണ് വ്യത്യാസം? രണ്ടുപേരും അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഒരാൾ അധ്വാനത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെയാൾ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ചരിത്രത്തിൽ നിന്നുള്ള പാഠം: രാജകുടുംബങ്ങൾ എക്കാലത്തും സമ്പന്നരായിരുന്നത് എന്തുകൊണ്ട്? കാരണം അവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് സിസ്റ്റമുണ്ടായിരുന്നു: ഭൂമി, നികുതി, വ്യാപാരം, പ്രജകൾ. മറുവശത്ത് കർഷകരും തൊഴിലാളികളും എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു, എന്നാൽ അവർ ഒരിക്കലും സമ്പന്നരായില്ല. സൈക്കോളജിക്കൽ ട്രാപ്പ്. ഈ ചിന്ത കുട്ടിക്കാലം മുതലേ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. പഠിക്കുക, എഴുതുക, കഠിനാധ്വാനം ചെയ്യുക, ജോലി കിട്ടും. എന്നാൽ പണം തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തക്കവണ്ണം സിസ്റ്റം നിർമ്മിക്കാൻ ആരും എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? കാരണം സിസ്റ്റത്തെക്കുറിച്ചുള്ള ചിന്ത 5% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി 95% ആളുകളും കഠിനാധ്വാനത്തിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഠിനാധ്വാനം നിങ്ങളെ ജീവിക്കാൻ സഹായിക്കും, എന്നാൽ സമ്പന്നനാക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമാണ്. ചോദ്യം ഇതാണ്: കഠിനാധ്വാനമല്ല ഉത്തരമെങ്കിൽ പിന്നെ എന്താണ് ഉത്തരം? ഇവിടെ നിന്നാണ് സിസ്റ്റത്തിന്റെ ശക്തി ആരംഭിക്കുന്നത്. ഇനി സിസ്റ്റത്തിന്റെ യഥാർത്ഥ കളി മനസ്സിലാക്കാം. ആദ്യം ഒരു ചോദ്യം: അംബാനി, അദാനി, ബിൽഗേറ്റ്സ്, ഇലോൺ മസ്ക് ഇവർ രാവും പകലും 18 മുതൽ 20 മണിക്കൂർ വരെ പണിയെടുക്കുന്നുണ്ടോ? ഇവർ ഓരോ ഡീലും ഓരോ ബിസിനസ്സും ഓരോ ഓപ്പറേഷനും സ്വയം മാനേജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും അവരുടെ വരുമാനം രാവും പകലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം അവരുടെ പക്കൽ സിസ്റ്റമുണ്ട്. ഉദാഹരണം: അംബാനി ഒരുപക്ഷെ ദിവസത്തിൽ 3 അഥവാ 4 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുണ്ടാകൂ, എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ജിയോ നെറ്റ്വർക്ക് പ്രവർത്തിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും അംബാനിയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു. അവരുടെ ഓയിൽ റിഫൈനറി, റീറ്റെയിൽ സ്റ്റോറുകൾ, പെട്രോകെമിക്കൽ തുടങ്ങി എല്ലായിടത്തുനിന്നും ക്യാഷ് ഫ്ലോ വരുന്നു. അതായത് അംബാനിയുടെ സമയം പരിമിതമാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ സിസ്റ്റം അൺലിമിറ്റഡ് ആണ്. ചെറിയൊരു ഉദാഹരണം എടുക്കാം. ഒരു ടീച്ചർ ദിവസവും 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, 30 കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് കരുതുക. അതായത് അയാളുടെ അധ്വാനം ആ 30 കുട്ടികളിൽ ഒതുങ്ങുന്നു. എന്നാൽ അതേ ടീച്ചർ ഒരു കോഴ്സ് ഉണ്ടാക്കി അത് ഓൺലൈനിലിട്ടാൽ ആ കോഴ്സ് ലക്ഷക്കണക്കിന് കുട്ടികളിലേക്കെത്തും. അയാൾ ഉറങ്ങുമ്പോഴോ കറങ്ങാൻ പോകുമ്പോഴോ കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോഴോ ഒക്കെ ആ കോഴ്സ് വിറ്റുപോവുകയും പണം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അധ്വാനം ഒന്നുതന്നെ, എന്നാൽ സിസ്റ്റം മാറിയപ്പോൾ റിസൾട്ട് 100 ഇരട്ടിയായി. യഥാർത്ഥ വ്യത്യാസം: കഠിനാധ്വാനത്തിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾക്കൊരു ദിവസം 12 മുതൽ 14 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ കഴിയില്ല. എന്നാൽ സിസ്റ്റത്തിന് പരിധികളില്ല. സിസ്റ്റം 24 മണിക്കൂറും പ്രവർത്തിക്കും. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും വിശ്രമിക്കുകയാണെങ്കിലും. ഇതാണ് സിസ്റ്റത്തിന്റെ ശക്തി. അതിനാൽ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം കഠിനാധ്വാനത്തിൻ്റെതല്ല, സിസ്റ്റത്തിൻ്റേതാണെന്ന്
ഇപ്പോൾ വ്യക്തമായി. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും. ശരിയാണ്, സിസ്റ്റം അത്യാവശ്യമാണ്. എന്നാൽ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സമയവും പണവും തമ്മിൽ ഇതിനുള്ള ബന്ധമെന്താണ്? അതാണ് ഇനി മനസ്സിലാക്കുന്നത്. ഇനി ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയെക്കുറിച്ച് സംസാരിക്കാം. പണത്തിന്റെയും സമയത്തിന്റെയും ഗണിതം. സാധാരണക്കാരന്റെ ഫോർമുല. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ജീവിക്കുന്നത്: പണം സമം അധ്വാനം ഗുണം സമയം. അതായത് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുവോ അത്രയും പണം കിട്ടും. തൊഴിലാളി 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് 400 മുതൽ 500 രൂപ വരെ കിട്ടുന്നു. അയാൾ 2 മണിക്കൂർ കൂടി ജോലി ചെയ്താൽ 100 അഥവാ 200 രൂപ കൂടി സമ്പാദിക്കും. എന്നാൽ ഈ ഫോർമുല വളരെ അപകടകരമാണ്. കാരണം നിങ്ങളുടെ അധ്വാനത്തിനും സമയത്തിനും പരിധിയുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ കണ്ടെത്താൻ കഴിയില്ല. അതിനാൽ നിങ്ങളുടെ വരുമാനവും പരിമിതമായിരിക്കും. സമ്പന്നനായ മനുഷ്യന്റെ ഫോർമുല കേൾക്കൂ. സമ്പന്നർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പണം സമം സിസ്റ്റം ഗുണം സ്കേലബിലിറ്റി പ്ലസ് അധ്വാനം. അതായത് അവർ അധ്വാനത്തിൽ മാത്രമല്ല, സിസ്റ്റത്തിലും സ്കേലബിലിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു തൊഴിലാളി ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്ത് 500 രൂപ സമ്പാദിക്കുന്നു. അയാളുടെ അധ്വാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അയാളുടെ വരുമാനത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ 1 മണിക്കൂർ അധ്വാനിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്കെത്തിയാൽ ആ 1 മണിക്കൂർ ജോലി അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ നേടിത്തരും. ഒരു ചെറിയ യൂട്യൂബർ ഉണ്ടായിരുന്നു. 2017 അയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അന്ന് ആ വീഡിയോയ്ക്ക് വെറും 200 വ്യൂസ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ അയാൾ തോൽവി സമ്മതിച്ചില്ല. പതുക്കെ അയാളുടെ കണ്ടന്റ് വൈറലായി. ഇന്ന് അതേ യൂട്യൂബർ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. കാരണം അയാൾ കഠിനാധ്വാനത്തെ സിസ്റ്റമാക്കി മാറ്റി. അയാൾ ഉറങ്ങുകയാണെങ്കിലും അയാളുടെ വീഡിയോകൾ ഇന്നും പ്രവർത്തിക്കുന്നു. സമയത്തിന്റെയും പണത്തിന്റെയും യഥാർത്ഥ ഗെയിം. ദരിദ്രനായ മനുഷ്യൻ എപ്പോഴും തന്റെ സമയം വിൽക്കുന്നു. സമ്പന്നനായ മനുഷ്യൻ തന്റെ സിസ്റ്റം വിൽക്കുന്നു. ദരിദ്രൻ ചിന്തിക്കുന്നത് എത്ര കൂടുതൽ ജോലി ചെയ്യുന്നുവോ അത്രയും പണം കിട്ടുമെന്നാണ്. സമ്പന്നൻ ചിന്തിക്കുന്നത് ഞാൻ ഒരു തവണ ജോലി ചെയ്യും, എന്നാൽ വീണ്ടും വീണ്ടും പണം നൽകുന്ന ഒരു സിസ്റ്റം ഞാൻ നിർമ്മിക്കുമെന്നാണ്. അപ്പോൾ ചോദ്യമിതാണ്: നിങ്ങൾ ഏത് വഴിയിലൂടെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അധ്വാനവും സമയവും വിറ്റുകൊണ്ടിരിക്കുമോ? അതോ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പണം വരുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുമോ? സുഹൃത്തുക്കളെ, യഥാർത്ഥ കളി തുടങ്ങുന്ന ആ ലെവലിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. കഠിനാധ്വാനത്തിന്റെ മിഥ്യ എന്താണെന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി. ചിന്തിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ യാഥാർത്ഥ്യം എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾ അറിഞ്ഞു. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. കഠിനാധ്വാനമല്ല വഴിയെങ്കിൽ പിന്നെ കോടീശ്വരന്മാർ തളരാതെയും എരിഞ്ഞുതീരാതെയും ഓടിനടക്കാതെയും കോടികളുണ്ടാക്കുന്ന ആ വഴി ഏതാണ്? അതിനുള്ള ഉത്തരമാണ് ലിവറേജ്. അതായത് സ്വന്തം സമയവും കൈകാലുകളും മാത്രം ഉപയോഗിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സമയം, മറ്റുള്ളവരുടെ സിസ്റ്റം, മറ്റുള്ളവരുടെ ശക്തി എന്നിവ ഉപയോഗിക്കാൻ പഠിക്കുക. ലിവറേജിന്റെ മാന്ത്രികത. നിങ്ങളുടെ കയ്യിൽ 24 മണിക്കൂർ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ നിങ്ങൾ 10 പേരുള്ള ഒരു ടീമുണ്ടാക്കി എല്ലാവർക്കും വെവ്വേറെ ജോലി വിഭജിച്ച് നൽകിയാൽ ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഫലത്തിൽ 240 മണിക്കൂറുണ്ട്. കൂടാതെ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഓരോ മിനിറ്റും വരുമാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സമ്പന്നരായ ആളുകളുടെ ചിന്താഗതി. അവർ നേരിട്ട് അധ്വാനമല്ല വിൽക്കുന്നത്, അവർ ലിവറേജാണ് വിൽക്കുന്നത്. ഉദാഹരണം 1: ഹെൻറി ഫോർഡിന്റെ പരീക്ഷണം. ഒരിക്കൽ ഹെൻറി ഫോർഡിനോട് ഒരാൾ ചോദിച്ചു, ബിസിനസ്സിൽ നിങ്ങൾ എങ്ങനെ ഇത്ര വലിയ ആളായി? നിങ്ങൾക്ക് വിശദാംശങ്ങൾ പോലും അറിയില്ലല്ലോ. ഫോർഡ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ എന്തിനാണ് എല്ലാം അറിയുന്നത്? എന്റെ ഓഫീസിലെ ഓരോ ബട്ടണും ഓരോ വിദഗ്ധരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ വെറുതെ ബട്ടൺ അമർത്തുന്നു, എന്റെ വിദഗ്ധൻ വന്ന് എനിക്ക് ശരിയായ ഉത്തരം നൽകുന്നു. ചിന്തിച്ചു നോക്കൂ. എല്ലാം ഒറ്റയ്ക്കറിയാൻ ശ്രമിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ പുസ്തകങ്ങളിൽ കുടുങ്ങിക്കിടക്കും. എന്നാൽ ലിവറേജ് പഠിച്ചവൻ, അതായത് വിദഗ്ധരെ നിയമിക്കുന്നവൻ, സിസ്റ്റം ഉണ്ടാക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ വലിയ കളിക്കാരൻ. ഉദാഹരണം 2: ഡിജിറ്റൽ ലിവറേജ്. ഇന്നത്തെ കാലത്ത് ഇത് കൂടുതൽ എളുപ്പമാണ്. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക. നിങ്ങൾ ഒരു തവണ അധ്വാനിച്ചു, എന്നാൽ ആ വീഡിയോ വർഷങ്ങളോളം നിലനിൽക്കും. കോടിക്കണക്കിന് വ്യൂസ് കൊണ്ടുവരും, തുടർച്ചയായി പണം കൊണ്ടുവരും. നിങ്ങൾ ഉറങ്ങുകയാകാം, യാത്ര ചെയ്യുകയാകാം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമാകാം. അതിനിടയിലും ആ വീഡിയോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടാകും. അതായത് ഒരു തവണ എഫർട്ട് ഇടുക, വീണ്ടും വീണ്ടും പ്രതിഫലം നേടുക. ഇതാണ് ലിവറേജ്. ലേസി മില്യണയറുടെ 3ാമത്തെ തത്വം. സ്വയം ചെയ്യാതിരിക്കുക, ചെയ്യിപ്പിക്കുക. സ്വയം ഓടാതിരിക്കുക, സിസ്റ്റത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. സ്വയം എരിഞ്ഞുതീരാതിരിക്കുക, ലിവറേജിലൂടെ വളരുക. ഇപ്പോൾ കണ്ണുകളടച്ച് സങ്കൽപ്പിക്കുക. നിങ്ങൾക്കൊരു ചെറിയ ഡിജിറ്റൽ ബിസിനസ്സുണ്ട്. നിങ്ങൾ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഉറങ്ങുമ്പോൾ പോലും ഓർഡറുകൾ വരുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രാത്രി കൊണ്ട് 50 ഓർഡറുകൾ വന്നിരിക്കുന്നു. തുടക്കത്തിൽ സിസ്റ്റം നിർമ്മിക്കാൻ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അധ്വാനിച്ചത്.
എന്നാൽ ഇപ്പോൾ സിസ്റ്റം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഇതാണ് യഥാർത്ഥ ലേസി മില്യണയർ ചിന്താഗതി. അവിടെ നിങ്ങൾ കുറച്ച് ചെയ്യുന്നു, സ്മാർട്ടായി ചെയ്യുന്നു, കൂടുതൽ നേടുന്നു. കഠിനാധ്വാനത്തിന്റെ മിഥ്യ എന്താണെന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി, ലിവറേജ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നിങ്ങൾ അറിഞ്ഞു. എന്നാൽ എല്ലാവരുടെയും യാത്രയിൽ വരുന്നൊരു പ്രശ്നമുണ്ട്: ഭയം. ഒരാൾക്ക് പരാജയപ്പെടുമോ എന്ന ഭയം, മറ്റൊരാൾക്ക് സമൂഹം വിലയിരുത്തുമോ എന്ന ഭയം, വേറൊരാൾക്ക് പണം നഷ്ടപ്പെടുമോ എന്ന ഭയം. സത്യം പറഞ്ഞാൽ ഈ ഭയമാണ് 90% ആളുകളെയും ശരാശരിയാക്കി മാറ്റുന്നത്. തലച്ചോറും ഭയവും തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാർ ഭയക്കുന്നു: ഞാൻ പരാജയപ്പെട്ടാലോ, ആളുകൾ ചിരിച്ചാലോ, പണം നഷ്ടപ്പെട്ടാലോ. എന്നാൽ ലേസി മില്യണയർ മൈൻഡ്സെറ്റ് ചിന്തിക്കുന്നു: ഞാൻ വിജയിച്ചാലോ, ആളുകൾ എന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാലോ, പണം 10 ഇരട്ടിയായി വർദ്ധിച്ചാലോ. അതായത് ഫോക്കസിലാണ് വ്യത്യാസം. ശരാശരിക്കാരൻ പരാജയത്തിന്റെ സാധ്യതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, കോടീശ്വരൻ വിജയത്തിന്റെ സാധ്യതയിലും. കഥ: ഇലോൺ മസ്കിന്റെ ഭയം തകർക്കുന്ന ചോദ്യം. സ്പേസ് എക്സ് ഇത്രയും റിസ്ക് ആയിരുന്നിട്ടും നിങ്ങൾ എന്തിനാണ് എല്ലാം നിക്ഷേപിച്ചത് എന്ന് ഇലോൺ മസ്കിനോട് ചോദിച്ചപ്പോൾ മസ്ക് മറുപടി പറഞ്ഞു: ഞാൻ വെറുതെ ഇത്രമാത്രം ചിന്തിച്ചു, ഏറ്റവും മോശമായി എന്തു സംഭവിക്കാം? ഞാൻ പരാജയപ്പെടും, എന്നാൽ പരാജയപ്പെട്ടിട്ടും ഞാൻ വിലപ്പെട്ട പലതും പഠിക്കും. അതിനാൽ ആ റിസ്ക് യഥാർത്ഥത്തിൽ അത്ര വലിയ റിസ്കല്ലായിരുന്നു. ഇതാണ് ഫിയർലെസ് ആയി ചിന്തിക്കുന്നത്. ഭയത്തെ ഫലം കൊണ്ടല്ല, പഠനം കൊണ്ടാണ് അളക്കേണ്ടത്. ലേസി മില്യണയർ തത്വം നമ്പർ 4: ഭയത്തെ ഒരു ഫലമായി കണക്കാക്കരുത്, അതിനെ പഠനത്തിനുള്ള വഴിയായി കണക്കാക്കുക. നിങ്ങൾ എത്രത്തോളം ഭയത്തിൽ നിന്ന് ഓടിയകലുന്നുവോ അത്രത്തോളം ഭയം വലുതാകും. എന്നാൽ ഭയത്തിന്റെ കണ്ണുകളിൽ നോക്കി ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്ന ദിവസം മുതൽ നിങ്ങളുടെ വളർച്ച തുടങ്ങും. പ്രാക്ടിക്കൽ ടെക്നിക്: ഫിയർ ഫ്ലിപ്പ് എക്സസൈസ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ അത് എഴുതുക. ഏറ്റവും മോശമായി എന്ത് സംഭവിക്കും? ഏറ്റവും മികച്ചതായി എന്ത് സംഭവിക്കും? ഏറ്റവും മോശമായ അവസ്ഥ കൈകാര്യം ചെയ്യാനുള്ള വഴി എന്താണ്? നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന അത്രയും വലുതല്ല ആ മോശം അവസ്ഥ എന്ന് 99% തവണയും നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ സങ്കൽപ്പിക്കുക, നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ അവസരമുണ്ട്. ആളുകൾ എന്തു പറയുമെന്ന ഭയം നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ണുകളടച്ച് ചിന്തിക്കുന്നു: ഞാൻ സ്വതന്ത്രനാണ്. എന്നെ നിയന്ത്രിക്കുന്നത് സമൂഹത്തിന്റെ നിയമങ്ങളല്ല, എന്റെ നിയമങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആ ചുവടുവെപ്പ് നടത്തുന്നു. ശരാശരി ആളുകൾക്കെത്താൻ ചിന്തിക്കാൻ പോലുമാകാത്ത സ്ഥലത്തേക്ക് ആ ചുവടുവെപ്പ് നിങ്ങളെ എത്തിക്കുന്നു. പരിധിയില്ലാത്ത അവസരങ്ങൾ. ലോകത്ത് അവസരങ്ങൾക്ക് ക്ഷാമമില്ല എന്ന് ലേസി മില്യണയർ മൈൻഡ്സെറ്റ് വിശ്വസിക്കുന്നു. കുറവുള്ളത് കാഴ്ചപ്പാടിന്റെ മാത്രമാണ്. ഒരു വാതിലടയുമ്പോൾ ശരാശരിക്കാരൻ കരയുമ്പോൾ ലേസി മില്യണയർ മറ്റ് 10 വാതിലുകൾ കണ്ടെത്തുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിൽ ധാരാളം ആശയങ്ങളുണ്ടെന്ന് കരുതുക. ലിവറേജിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ട്, ഭയമില്ലായ്മയുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഊർജ്ജം ചിതറിക്കിടക്കുകയാണെങ്കിൽ, ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും മില്യണയർ ചിന്താഗതി ആക്റ്റീവാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ വിജയകരമായ ആളുകൾ അധികം അധ്വാനിക്കുന്നവരല്ല. അവർ തങ്ങളുടെ ഊർജ്ജവും ഫോക്കസും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഊർജ്ജം സമം കറൻസി. എല്ലാ ദിവസവും നിങ്ങൾക്ക് വെറും 100 യൂണിറ്റ് ഊർജ്ജമുണ്ടെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ശരാശരി ആളുകൾ ആ ഊർജ്ജം ചെറിയ ചെറിയ തടസ്സങ്ങളിൽ ചെലവാക്കുന്നു. അനാവശ്യമായ സ്ക്രോളിംഗ്, പരദൂഷണം, താരതമ്യം, നെഗറ്റിവിറ്റി, ചെറിയ ജോലികൾ, അങ്ങനെ ദിവസാവസാനം തളർന്നുപോകുന്നു, പക്ഷേ ഒന്നും നേടാൻ കഴിയുന്നില്ല. എന്നാൽ ലേസി മില്യണയർ മൈൻഡ്സെറ്റ് എന്തു ചെയ്യുന്നു? ആ 100 യൂണിറ്റ് ഊർജ്ജം അവർ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്നു. കുറഞ്ഞ ജോലിയിലൂടെ വലിയ ഔട്ട്പുട്ട് എന്ന ഫലം ഉണ്ടാക്കുന്നു. വാറൻ ബഫറ്റിന്റെയും ബിൽ ഗേറ്റ്സിന്റെയും കഥ. ഒരിക്കൽ വാറൻ ബഫറ്റിനോടും ബിൽ ഗേറ്റ്സിനോടും ഒരേ ചോദ്യം ചോദിച്ചു. വിജയത്തിന്റെ കാരണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? രണ്ടുപേരും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഒരേ വാക്ക് പറഞ്ഞു: ഫോക്കസ്. അതായത് ഫോക്കസ് തന്നെയാണ് ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വിശ്വസിക്കുന്നു. ഐഡിയ: ശരാശരി ആളുകൾ മൾട്ടിടാസ്കിങ്ങിനെ ഒരു കഴിവായി കണക്കാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മൾട്ടിടാസ്കിംഗ് പ്രൊഡക്ടിവിറ്റിയെ കൊല്ലുന്നു. ഒരു സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യണം എന്ന് മില്യണയർ ചിന്താഗതി എപ്പോഴും പറയുന്നു. ലേസി മില്യണയറുടെ 5ാമത്തെ രഹസ്യം ഊർജ്ജം സംരക്ഷിക്കുന്നതും ഫോക്കസ് ശരിയായ ദിശയിലേക്ക് മാറ്റുന്നതും കഠിനാധ്വാനത്തേക്കാൾ ശക്തമാണ്. ഉദാഹരണം: എനർജി വാമ്പയേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ എന്താണെന്നറിയാമോ? എനർജി വാമ്പയറുകൾ. നിങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന ആളുകൾ, ശീലങ്ങൾ, ചുറ്റുപാടുകൾ. വിജയകരമായ ആളുകൾ ഇവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഊർജ്ജം സ്വാഭാവികമായും ഉയർന്ന നിലയിലായിരിക്കുന്ന ഒരു ചുറ്റുപാട് അവർ തങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്നു. പോസിറ്റീവ് ആളുകൾ, വളർച്ച നൽകുന്ന പുസ്തകങ്ങൾ, ആരോഗ്യത്തിലും ഫിറ്റ്നസിലുമുള്ള ശ്രദ്ധ, ഡിജിറ്റൽ ഡിറ്റോക്സ്. കാരണം ഊർജ്ജം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഫോക്കസ് ഷാർപ്പായിരിക്കുകയുള്ളൂ. ഇന്ന് 3 കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് പ്ലാൻ എന്ന് സങ്കൽപ്പിക്കുക.
നിങ്ങൾ ഡിസ്ട്രാക്ഷനുകളെല്ലാം മാറ്റിവെക്കുന്നു. പൂർണ്ണ ശ്രദ്ധയോടെ നിങ്ങൾ ആ 3 കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും, വാവ്, ഇന്ന് ഞാൻ ശരിക്കും പുരോഗതി നേടി. ഇതാണ് ലേസി മില്യണയറുടെ രഹസ്യം. കൂടുതൽ ജോലിയല്ല, അത്യാവശ്യവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതുമായ ജോലികൾ മാത്രം. ഊർജവും ഫോക്കസും പണത്തേക്കാൾ അപൂർവമായ വിഭവങ്ങളാണ്. ഇവ രണ്ടും മാസ്റ്റർ ചെയ്യുന്നവർക്ക് വിജയം ഓട്ടോമാറ്റിക്കായി മാറുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഓരോ വലിയ കോടീശ്വരന്റെയും പിന്നിൽ ഒരു കാര്യം പൊതുവായി ഉണ്ടാകും: അവരുടെ കണക്ഷനുകൾ. അവർ ബിസിനസ്സുകാരായാലും അഭിനേതാക്കളായാലും രാഷ്ട്രീയക്കാരായാലും ശാസ്ത്രജ്ഞരായാലും ശരി, അവരുടെ വളർച്ച ഒറ്റയ്ക്ക് സാധ്യമല്ലായിരുന്നു. നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ യഥാർത്ഥ നെറ്റ്വർത്ത് എന്ന് ലേസി മില്യണയർ മൈൻഡ്സെറ്റ് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഒറ്റയ്ക്കുള്ള കളി ദുർബലമാകുന്നു? എനിക്ക് എല്ലാം സ്വയം ചെയ്യണം എന്നാണ് ശരാശരിക്കാരൻ ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാം സ്വയം അറിയേണ്ട ആവശ്യമില്ല, ശരിയായ ആളുകളിലേക്ക് എത്തിച്ചേർന്നാൽ മതിയെന്ന് മില്യണയർ ചിന്താഗതിക്കാരൻ മനസ്സിലാക്കുന്നു. സമ്പന്നർ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നതിൽ ഇത്രയധികം നിക്ഷേപിക്കുന്നതിന്റെ കാരണം ഇതാണ്. കഥ: സ്റ്റീവ് ജോബ്സും പിക്സാറും. സ്റ്റീവ് ജോബ്സ് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആനിമേഷൻ രംഗത്ത് ഒരിക്കലും വിപ്ലവം കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ജോൺ ലാസിറ്ററിന്റെയും പിക്സാറിലെ ക്രിയേറ്റീവ് ടീമിന്റെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജോബ്സ് ആ നെറ്റ്വർക്ക് ലിവറേജ് ചെയ്യുകയും പിക്സാറിനെ ലോകത്തിലെ ഏറ്റവും വലിയ ആനിമേഷൻ സ്റ്റുഡിയോ ആക്കി മാറ്റുകയും ചെയ്തു. അതായത് ഒറ്റയ്ക്ക് അസാധ്യമായിരുന്നത് ശരിയായ ആളുകൾക്കൊപ്പം ചേർന്ന് ലോകം മാറ്റുന്ന കാര്യമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലേസി മില്യണയർ തത്വം നമ്പർ 6: ശരിയായ ആളുകളെ കണ്ടെത്തുക. അവരുമായി വിൻ വിൻ റിലേഷൻ ഉണ്ടാക്കുക. അവരുടെ ശക്തി നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. ഐഡിയ മൂല്യം നൽകുക. വെറുതെ മൂല്യം ചോദിക്കുക മാത്രം ചെയ്യരുത്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി മാത്രം ആളുകളെ സമീപിക്കാതെ അവരെ ആത്മാർത്ഥമായി സഹായിക്കുമ്പോഴാണ് ആളുകൾ നിങ്ങളുമായി കണക്റ്റാവുന്നത്. ദീർഘകാല ബന്ധങ്ങൾ ഉണ്ടാക്കുക, ചെറിയ ഡീലുകളല്ല. എനിക്കിപ്പോൾ എന്ത് നേട്ടം കിട്ടും എന്നാണ് ശരാശരിക്കാർ ചിന്തിക്കുന്നത്. ഈ ബന്ധം എനിക്ക് 10 വർഷം കൂടെയുണ്ടാകും എന്നാണ് മില്യണയർ ചിന്താഗതി ചിന്തിക്കുന്നത്. ചുറ്റുപാട് ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കുക. നിങ്ങൾ ശരാശരി ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ ചിന്തകളും ഭയവും നിങ്ങളിലേക്ക് കടന്നുവരും. നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളുള്ള വിജയകരമായ ആളുകൾക്കിടയിലാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ആത്മവിശ്വാസവും പ്രവൃത്തികളും ഓട്ടോമാറ്റിക്കായി മാറും. ഉദാഹരണം: ഇന്ത്യൻ ബിസിനസ് ടൈക്കൂണുകൾ. അംബാനിയായാലും അദാനിയായാലും അവരുടെ ശക്തി പണത്തിൽ മാത്രമല്ല ഉള്ളത്. അവരുടെ യഥാർത്ഥ ശക്തി അവരുടെ നെറ്റ്വർക്കാണ്. ഗവൺമെന്റ് കണക്ഷനുകൾ, അന്താരാഷ്ട്ര പാർട്ണർഷിപ്പുകൾ, പവർഫുൾ കൊളാബറേഷനുകൾ. ഇതാണ് അവരുടെ വളർച്ചയുടെ യഥാർത്ഥ എഞ്ചിൻ. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഐഡിയ ലോഞ്ച് ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഒരുപക്ഷേ കഷ്ടപ്പെടാം, വർഷങ്ങളോളം ചെറിയ സ്കെയിലിൽ തന്നെ തുടരാം. എന്നാൽ സമ്പർക്കങ്ങളും വിഭവങ്ങളും പരിചയസമ്പത്തുമുള്ള 3 പേർ നിങ്ങളോടൊപ്പം ചേരുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ അതേ ഐഡിയ 10 ഇരട്ടി വേഗത്തിൽ വളരുന്നു. ഇതാണ് നെറ്റ്വർക്ക് ലിവറേജ്. പണവും അധ്വാനവും കൊണ്ട് മാത്രം വളർച്ച സാധ്യമല്ല. സ്മാർട്ടായ ആളുകളുടെ ശക്തി നിങ്ങൾ ഒരുമിപ്പിക്കുമ്പോഴാണ് വളർച്ച സാധ്യമാകുന്നത്. ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ ശരിയായ ആളുകളോടൊപ്പം ചേർന്നാൽ അസാധ്യമായതും എളുപ്പമാകും. സുഹൃത്തുക്കളെ, ലിവറേജ്, ഭയമില്ലായ്മ, ഊർജം, ഫോക്കസ്, നെറ്റ്വർക്കുകൾ എന്നിവയെക്കുറിച്ച് നാം ഇതുവരെ സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ ചോദ്യമിതാണ്: നിങ്ങൾക്ക് കോടീശ്വരനാകണമെങ്കിൽ നിങ്ങളെല്ലാം സ്വയം ചെയ്യുമോ? ഉത്തരം ഒരിക്കലുമില്ല എന്നാണ്. മനുഷ്യന് ഒരു പരിധിയുണ്ടെന്ന് മില്യണയർ മൈൻഡ്സെറ്റ് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പരിധിയില്ലാത്ത വളർച്ച വേണമെങ്കിൽ മനുഷ്യർക്കപ്പുറം പോയി സിസ്റ്റങ്ങളും ഓട്ടോമേഷനും നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. സിസ്റ്റങ്ങൾ എന്തിനാണ് അത്യാവശ്യമാകുന്നത്? ശരാശരിക്കാരൻ എല്ലാ ദിവസവും ഒരേ ജോലി സ്വയം ചെയ്യുന്നു. ഇമെയിലുകൾ നോക്കുക, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക, സെയിൽസ് കോളുകൾ ചെയ്യുക. ഫലം: ഊർജം നഷ്ടപ്പെടുന്നു, സമയം നഷ്ടപ്പെടുന്നു. എന്നാൽ ലേസി മില്യണയർ ചിന്തിക്കുന്നതിതാണ്: എനിക്കായി എപ്പോഴും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനാണ് ഒരേ ജോലി വീണ്ടും വീണ്ടും ചെയ്യുന്നത്? ഉദാഹരണം: മക്ഡൊണാൾഡ്സ്. മക്ഡൊണാൾഡ്സ് എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്രാജ്യമായത് എന്ന് ചിന്തിക്കുക. എല്ലാ ബ്രാഞ്ചിലെയും ഉടമ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ബർഗറിന്റെ ടേസ്റ്റും പ്രോസസ്സും സർവീസും ഏകദേശം ഒരുപോലെയായിരിക്കുന്ന ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കി. കാരണം ജോലി നടക്കുന്നത് മനുഷ്യരെക്കൊണ്ടല്ല, സിസ്റ്റത്തിലാണ്. മക്ഡൊണാൾഡ്സ് ഉടമ വിശ്രമിച്ച് സാമ്രാജ്യം ഭരിക്കുമ്പോൾ എതിരാളികൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇതാണ്: ഡിജിറ്റൽ യുഗത്തിലെ ഓട്ടോമേഷൻ. ഇന്നത്തെ കാലത്ത് സിസ്റ്റവും ഓട്ടോമേഷനും. എന്നാൽ ഓട്ടോ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ടൂളുകൾ, ഓട്ടോ റിപ്ലൈ ചെയ്യുന്ന ഇമെയിലുകൾ, 24 മണിക്കൂറും ഓർഡറുകൾ പ്രോസസ് ചെയ്യുന്ന ഓൺലൈൻ സ്റ്റോറുകൾ എന്നിവയാണ്. കൂടാതെ ഇൻസ്റ്റന്റായി ജോലി ചെയ്യുന്ന AI ടൂളുകൾ. ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്കുണ്ടെന്ന് ചിന്തിക്കുക. അതാണ് ഓട്ടോമേഷന്റെ മാന്ത്രികത. ലേസി മില്യണയറുടെ 7ാമത്തെ തത്വം: സിസ്റ്റം ഉണ്ടാക്കുക, ഓട്ടോമേറ്റ് ചെയ്യുക, നിങ്ങളെത്തന്നെ മാറ്റി നിർത്തുക. കഥ: ജെഫ് ബെസോസും ആമസോണും. ജെഫ് ബെസോസ് തുടക്കത്തിൽ പുസ്തകങ്ങൾ പായ്ക്ക് ചെയ്ത് സ്വയം അയച്ചിരുന്നു.
എന്നാൽ അദ്ദേഹം എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആമസോൺ ഒരിക്കലും വളരില്ലായിരുന്നു. അദ്ദേഹം വേഗത്തിൽ സിസ്റ്റം ഉണ്ടാക്കി. വെയർഹൌസുകൾ, ഡെലിവറി നെറ്റ്വർക്കുകൾ, ഓട്ടോമേഷൻ, AI റെക്കമെൻഡേഷനുകൾ. ഇന്ന് ആമസോൺ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ബെസോസ് ഫിസിക്കലായി എല്ലായിടത്തും ഉണ്ടാകില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ സിസ്റ്റങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ടാക്കി എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 10 ഓർഡറുകൾ ഡെലിവറിക്കായി ബുക്ക് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റുകൾ ക്ലിയറാണ്. നിങ്ങൾ നേരിട്ടൊന്നും ചെയ്തില്ല. സിസ്റ്റം നിങ്ങൾക്കായി എല്ലാം ചെയ്തു. ഇതാണ് ഓട്ടോമേഷന്റെ യഥാർത്ഥ രസം. ജോലി യന്ത്രം ചെയ്യും, പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇനിയും കഠിനാധ്വാനം ചെയ്യും എന്നാണ് ശരാശരിക്കാർ ചിന്തിക്കുന്നത്. എനിക്കായി സിസ്റ്റം കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ സിസ്റ്റം ഉണ്ടാക്കുമെന്നാണ് മില്യണയർ മൈൻഡ്സെറ്റ് ചിന്തിക്കുന്നത്. ഇതാണ് ബിസിയായ മനുഷ്യനും സമ്പന്നനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. സുഹൃത്തുക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമ്പന്നന്റെയും ദരിദ്രന്റെയും തലച്ചോറിലെ ഏറ്റവും വലിയ വ്യത്യാസം പണമല്ല. ഏറ്റവും വലിയ വ്യത്യാസം അവരുടെ ചിന്തയാണ്. ദരിദ്രന്റെ മനസ്സ് സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. സമ്പന്നന്റെ മനസ്സ് അബൻഡൻസ് മൈൻഡ്സെറ്റ് വെച്ചും. സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് പറയുന്നു, പണം കുറവാണ്, അയാൾ സമ്പന്നനായാൽ ഞാൻ ദരിദ്രനായിരിക്കും, വിജയം എല്ലാവർക്കുമുള്ളതല്ല. എന്നാൽ അബൻഡൻസ് മൈൻഡ്സെറ്റ് പറയുന്നു, പണം ഇൻഫിനിറ്റാണ്, ലോകത്ത് അവസരങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല, മറ്റൊരാൾക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. സ്കേഴ്സിറ്റിയുള്ള മനുഷ്യൻ എപ്പോഴും ഇല്ലായ്മയിൽ ജീവിക്കുകയും അബൻഡൻസ് ഉള്ളയാൾ സമ്പത്തിനെ ആകർഷിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. കഥ: ജിം കാരിയുടെ ചെക്ക്. ഹോളിവുഡ് നടൻ ജിം കാരി കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അദ്ദേഹം തനിക്കായി $10 മില്യൺ ഒരു ചെക്ക് എഴുതി. ആ ചെക്കിൽ ആക്ടിംഗ് സർവീസസ് റെൻഡേർഡ് എന്നെഴുതി അദ്ദേഹം ആ ചെക്ക് തന്റെ കൈവശം സൂക്ഷിച്ചു. ദിവസവും അത് വിഷ്വലൈസ് ചെയ്തു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ജിം കാരിക്ക് ഒരു സിനിമയിൽ നിന്ന് കൃത്യം $10 മില്യൺ ലഭിച്ചു. അതായത് അദ്ദേഹം ആദ്യം തന്റെ മനസ്സിനെ വെൽത്ത് പ്രോഗ്രാമിംഗ് വഴി കണ്ടീഷൻ ചെയ്തു, പിന്നീട് യാഥാർത്ഥ്യം അതിനെ ആകർഷിച്ചു. ലേസി മില്യണയറുടെ 8ാമത്തെ തത്വം: പണം ആദ്യം മനസ്സിലാണുണ്ടാകുന്നത്, പിന്നീടാണ് പോക്കറ്റിൽ വരുന്നത്. വെൽത്ത് പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ പണം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 3 ടെക്നിക്കുകൾ ഫോളോ ചെയ്യുക. അഫർമേഷൻസ്: ഞാൻ സമ്പത്തിന് അർഹനാണ് എന്ന് സ്വയം പറയുക. പണം വളരെ എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. ഞാൻ അവസരങ്ങളെ ആകർഷിക്കുന്നു. വിഷ്വലൈസേഷൻ: നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം നിങ്ങൾക്കിതിനകം തന്നെ ഉണ്ടെന്ന് ദിവസവും 5 മിനിറ്റ് സങ്കൽപ്പിക്കുക. കാർ, വീട്, സ്വാതന്ത്ര്യം എല്ലാം വിശദമായി കാണുക. ഗ്രാറ്റിറ്റ്യൂഡ്: ഇപ്പോൾ ഉള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് അബൻഡൻസിനെ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണം: ബിസിനസ്സിലെ അബൻഡൻസ്. മാർക്കറ്റ് ഇതിനകം നിറഞ്ഞിരിക്കുകയാണെന്ന് ശരാശരിക്കാർ ചിന്തിക്കുന്നു. എനിക്കവിടെ സ്ഥാനമില്ല. എന്നാൽ മാർക്കറ്റ് അനന്തമാണെന്ന് ലേസി മില്യണയർ മൈൻഡ്സെറ്റ് ചിന്തിക്കുന്നു. ഞാൻ എന്റെ സ്വന്തം വ്യക്തിത്വം കൊണ്ട് ഇടം കണ്ടെത്തും. നെറ്റ്ഫ്ലിക്സ് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതിനകം ടിവിയും സിനിമയും ഉണ്ടല്ലോ എന്ന്. എന്നാൽ ഇന്ന് നെറ്റ്ഫ്ലിക്സ് തന്നെ ഒരു സാമ്രാജ്യമാണ്. എന്തുകൊണ്ട്? കാരണം അവർ സ്കേഴ്സിറ്റിയിലല്ല, അബൻഡൻസിലാണ് ചിന്തിച്ചത്. ദിവസവും ഒരു ചെറിയ ഡയറിയിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ എഴുതുന്നു എന്ന് സങ്കൽപ്പിക്കുക. എനിക്ക് പരിധിയില്ലാത്ത സമ്പത്തുണ്ട്. പതുക്കെ നിങ്ങളുടെ തലച്ചോറ് സ്കേഴ്സിറ്റിയിൽ നിന്ന് മാറി അബൻഡൻസ് കാണാൻ തുടങ്ങുന്നു. പെട്ടെന്ന് മുമ്പ് കാണാൻ കഴിയാതിരുന്ന അവസരങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നു. പണം വെറും ബാങ്ക് അക്കൗണ്ടിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. പണം ആദ്യം തലച്ചോറിലാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ മനസ്സ് സ്കേഴ്സിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദരിദ്രനായി തുടരും. എന്നാൽ നിങ്ങളുടെ മനസ്സ് അബൻഡൻസ് വെച്ച് പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണെങ്കിൽ പണം ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. സുഹൃത്തുക്കളെ, പണം, മൈൻഡ്സെറ്റ്, ഊർജം, നെറ്റ്വർക്ക്, സിസ്റ്റങ്ങൾ എന്നിവയെക്കുറിച്ച് നാം ഇതുവരെ സംസാരിച്ചു. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, എന്നാൽ സമയമില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും സമ്പന്നനാണോ? യഥാർത്ഥ സമ്പത്ത് വെറും പണമല്ല എന്നതാണ് സത്യം. യഥാർത്ഥ സമ്പത്ത് ടൈം ഫ്രീഡമാണ്. ശരാശരി ആളുകൾ വേഴ്സസ് മില്യണയർ മൈൻഡ്സെറ്റ്. ശരാശരി ആളുകൾ പണത്തിനു വേണ്ടി തങ്ങളുടെ സമയം വിൽക്കുന്നു. അതായത് ജോലി ചെയ്യുക, മണിക്കൂറിന് കണക്കാക്കി ശമ്പളം വാങ്ങുക. മില്യണയർ മൈൻഡ്സെറ്റ് പണവും സിസ്റ്റവും കൊടുത്ത് സമയം വാങ്ങുന്നു. അതായത് ശരാശരിക്കാരൻ സമയം ത്യജിക്കുന്നു. എന്നാൽ ലേസി മില്യണയർ മൈൻഡ്സെറ്റ് സമയത്തെ നിയന്ത്രിക്കുന്നു. കഥ: റിച്ചാർഡ് ബ്രാൻസൺ. വിർജിൻ ഗ്രൂപ്പ് സ്ഥാപകനായ റിച്ചാർഡ് ബ്രാൻസൺ പറയുന്നു, എന്റെ ബിസിനസ് പണത്തെക്കുറിച്ചല്ല, അത് ടൈം ഫ്രീഡത്തെക്കുറിച്ചാണ്. അദ്ദേഹം സാമ്രാജ്യമുണ്ടാക്കി, എന്നാൽ ഒരിക്കലും സ്വയം തിരക്കിലായില്ല. അദ്ദേഹത്തിന്റെ കമ്പനികൾ പ്രവർത്തിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കുടുംബത്തിലും യാത്രയിലും പുതിയ പരീക്ഷണങ്ങളിലുമാണ്. അതായത് പണം സമ്പാദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം സമയത്തെയും കീഴടക്കി. ലേസി മില്യണയറുടെ 9ാമത്തെ തത്വം: സമ്പത്ത് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണമാണ്. ടൈം മാസ്റ്ററി ടെക്നിക്കുകൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ മില്യണയർ മൈൻഡ്സെറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 3 ഫോർമുലകൾ ഫോളോ ചെയ്യുക. ഡെലിഗേറ്റ്.
നിങ്ങൾക്ക് മണിക്കൂറിന് 500 രൂപ മൂല്യം തരുന്ന ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുക. മണിക്കൂറിന് 5000 രൂപ മൂല്യം തരുന്ന ജോലിയിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കുക. പ്രയോറിറ്റൈസ് 80-20 റൂൾ അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. 20% ജോലി 80% റിസൾട്ട് നൽകുന്നു. ബാക്കിയുള്ള അനാവശ്യ ജോലികൾ ഒഴിവാക്കുക. ഷെഡ്യൂൾ ഫ്രീഡം. ശരാശരി ആളുകൾ ഷെഡ്യൂളുകളുടെ അടിമകളാണ്. മില്യണയർ മൈൻഡ്സെറ്റ് ഉള്ളവർ സ്വന്തം ഷെഡ്യൂൾ സ്വയം ഉണ്ടാക്കുന്നു. എപ്പോൾ എവിടെ എങ്ങനെ ജോലി ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കുന്നു. ഉദാഹരണം: ഡിജിറ്റൽ സംരംഭകർ. ഇന്നത്തെ ഡിജിറ്റൽ സംരംഭകർ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അവർക്കായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ സിസ്റ്റങ്ങൾ അവർക്കുണ്ട്. അവരുടെ ജോലി വെറും മോണിറ്റർ ചെയ്യലും വലിയ തീരുമാനങ്ങൾ എടുക്കലും മാത്രമാണ്. റിസൾട്ട് അവരുടെ കയ്യിൽ പണവുമുണ്ട്, സമയവുമുണ്ട്. ഇപ്പോൾ സങ്കൽപ്പിക്കുക, രാവിലെ എഴുന്നേൽക്കാൻ അലാറം നിങ്ങളെ ഉണർത്തുന്നില്ല. നിങ്ങളുടെ മൂഡ് അനുസരിച്ച് നിങ്ങൾ എഴുന്നേൽക്കുന്നു. സ്ട്രാറ്റജിക്കും ക്രിയേറ്റിവിറ്റിക്കും വേണ്ടി ദിവസം വെറും 2 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നു. ബാക്കി ജോലികളെല്ലാം നിങ്ങളുടെ സിസ്റ്റവും ടീമും ചെയ്യുന്നു. വൈകുന്നേരം നിങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബികൾ പിന്തുടരുന്നു. ഇതാണ് യഥാർത്ഥ സമ്പത്ത്. ടൈം ഫ്രീഡം. പണം പരിധിയില്ലാത്തതാകാം, എന്നാൽ സമയം എപ്പോഴും പരിമിതമാണ്. ശരാശരി ആളുകൾ പണത്തിനു വേണ്ടി സമയം വിൽക്കുന്നു. മില്യണയർ മൈൻഡ്സെറ്റ് ഉള്ളവർ പണം കൊടുത്ത് സമയം വാങ്ങുന്നു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഫോർമുല. കോടീശ്വരന്മാർ സമയം, കഠിനാധ്വാനം, നെറ്റ്വർക്കിംഗ്, ലിവറേജ് എന്നിവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നാം ഇതുവരെ കണ്ടു. എന്നാൽ യഥാർത്ഥ കളി മാനസിക തന്ത്രങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന ശീലങ്ങളുടെയുമാണ്. നമ്പർ 1. കോടീശ്വരന്മാർ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. സാധാരണക്കാർ ദേഷ്യം, ഭയം, അത്യാഗ്രഹം എന്നിവയ്ക്ക് വശംവദരായി തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ കോടീശ്വരന്മാർ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണക്കാരൻ ഭയം കാരണം വിൽക്കുന്നു. എന്നാൽ കോടീശ്വരൻ അറിയാം, ഭയം എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് മുതലെടുക്കാനുള്ള അവസരമാണെന്ന്. സമ്പന്നർക്കറിയാം, ഫീലിംഗ്സ് താൽക്കാലികമാണെന്നും എന്നാൽ തീരുമാനങ്ങൾ വിധി സൃഷ്ടിക്കുന്നുവെന്നും. നമ്പർ 2. കോടീശ്വരന്മാർ നിശബ്ദത ഉപയോഗിക്കുന്നു. ഒരവസരം വരുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു. നെഗോഷിയേഷനിൽ, ബിസിനസ് ഡീലിൽ അല്ലെങ്കിൽ നിക്ഷേപത്തിൽ അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നു. കാരണം നിശബ്ദത ഒരു ആയുധമാണ്. ഇത് എതിർവശത്തുള്ളയാളെ അസ്വസ്ഥനാക്കുകയും അയാൾ തെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു അഭിമുഖത്തിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ഉത്തരം പറയാതെ 5 സെക്കൻഡ് നിങ്ങൾ നിശബ്ദനായിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. മുന്നിലുള്ള ആളൊന്ന് പതറും. കോടീശ്വരന്മാർ ഇതേ തന്ത്രം ഉപയോഗിച്ചാണ് കോടികളുടെ ഡീലുകൾ ക്ലോസ് ചെയ്യുന്നത്. നമ്പർ 3. കോടീശ്വരന്മാർ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. നോ എന്ന് പറയുന്നതാണ് തങ്ങളുടെ യഥാർത്ഥ ശക്തിയെന്ന് സമ്പന്നർക്കറിയാം. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അനാവശ്യമായ മറ്റെന്തിനെയെങ്കിലുമോ അവർ മടികൂടാതെ നിരസിക്കുന്നു. ഓർക്കുക, ഓരോ യെസ്ഉം നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നകറ്റുന്നു, ഓരോ നോവും നിങ്ങളെ കൂടുതൽ ഫോക്കസ്ഡ് ആക്കുന്നു. നമ്പർ 4. കോടീശ്വരന്മാർ തങ്ങളുടെ ചുറ്റുപാട് സ്വയം നിർമ്മിക്കുന്നു. അവരുടെ വീട്, ഓഫീസ്, ദിനചര്യ എല്ലാം അവരുടെ ചിന്തകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന്, അവർക്ക് ഫിറ്റായിരിക്കണമെങ്കിൽ വീട്ടിൽ ജിം ഉണ്ടാകും. അവർക്ക് ആശയങ്ങൾ വേണമെങ്കിൽ അവരുടെ ലൈബ്രറിയിൽ മികച്ച പുസ്തകങ്ങൾ ഉണ്ടാകും. ചുറ്റുപാട് സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു എന്ന കാര്യം കോടീശ്വരന്മാർ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. നമ്പർ 5. കോടീശ്വരന്മാർ എപ്പോഴും എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നു. സാധാരണക്കാർ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഉദാഹരണത്തിന്, ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുക, ബിസിനസ് തുടങ്ങുക. എന്നാൽ കോടീശ്വരന്മാർ ആദ്യ ദിവസം തന്നെ എക്സിറ്റ് സ്ട്രാറ്റജി തയ്യാറാക്കുന്നു. ഈ ബിസിനസ് 3 വർഷത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നവർ ചിന്തിക്കുന്നു. ഈ പ്രോപ്പർട്ടി ഇടിഞ്ഞാൽ എങ്ങനെ പുറത്തുകടക്കും? അവർ ഒരിക്കലും പാപ്പരാകാത്തതിന്റെ കാരണം ഇതാണ്. കാരണം അവർ ഓരോ ഗെയിമിലും ബാക്കപ്പ് പ്ലാൻ വെക്കുന്നു. നമ്പർ 6. കോടീശ്വരന്മാർ തങ്ങളെ തന്നെ ഒരു അറിവിന്റെ കാന്തമാക്കി മാറ്റുന്നു. അവർ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അവർ വെറും മോട്ടിവേഷണൽ കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്. അവർ ഫിനാൻസ്, ടെക്നോളജി, സൈക്കോളജി, നിയമം, മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. പോയിന്റ് നോളജ് എന്നത് പവർ അല്ല, നോളജ് പ്ലസ് ആക്ഷനാണ് വെൽത്ത്. 7 കോടീശ്വരന്മാർ ഒരിക്കലും ഷോർട്ട് ടൈം ഫെയിമിന് പിന്നാലെ പോകുന്നില്ല. ആളുകൾ എന്തു പറയുമെന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. ആവശ്യമെങ്കിൽ അവർ 3 വർഷം നിശബ്ദമായി ജോലി ചെയ്യുകയും പെട്ടെന്ന് വിജയവുമായി മുന്നോട്ട് വരികയും ചെയ്യും. പോയിന്റ് ഓർക്കുക, വിജയികൾ ലെഗസിയിൽ ഫോക്കസ് ചെയ്യുന്നു, പരാജിതർ ലൈക്കുകളിലും. കോടീശ്വരനാകാൻ നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ, സൈലന്റ് പവർ, സ്ട്രോങ് ബൗണ്ടറീസ്, സ്മാർട്ട് എൻവയൺമെന്റ്, എക്സിറ്റ് സ്ട്രാറ്റജി, ഡീപ് നോളജ് എന്നിവ വേണം. അതായത് നിങ്ങൾക്ക് വെറും കഠിനാധ്വാനം പോരാ, ഗെയിം മൈൻഡ്സെറ്റും വേണം.